തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ. വിഷയം പഠിച്ചിട്ട് മാത്രം പറയണം. ഈ ബസ്സുകൾ കൊണ്ടാണ് KSRTC ജീവിക്കുന്നതെന്ന് ആരും പറയരുത്. 113 ബസ്സുകൾ കോർപ്പറേഷൻ എടുത്താൽ 180 വണ്ടികൾ KSRTC ഇറക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് CMDക്ക് കൊടുത്താൽ മതി. 24 hours അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും. പകരം 113 വണ്ടിക്ക് പകരം 150 വണ്ടി, അതിനധികം ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ പറഞ്ഞാൽ 24 മണിക്കൂറിൽ ഈ 150 വണ്ടി സിറ്റിയിൽ ഉണ്ടായിരിക്കും, ഓടിയിരിക്കും. അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും, നെടുമങ്ങാടുന്ന് ഓടിക്കും. നെടുമങ്ങാടുന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, നെയ്യാറ്റിൻകരയുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ, ബാലരാമപുരത്തുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ. അപ്പൊ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക. എഗ്രിമെന്റിലും പറഞ്ഞിട്ടുണ്ട്, പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ KSRTC തയ്യാറാണ്. CMDക്ക് എന്നെ പോലും കാണണ്ട, CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 hours വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഈ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയാണല്ലോ അക്ഷയ. അതേ അമൃത, ഇലക്ട്രിക് ബസ് വിവാദവുമായി ബന്ധപ്പെട്ട് വാദവും പ്രതിവാദവും അങ്ങനെ തന്നെ തുടർന്നു പോവുകയാണ്. അതായത് മേയറുടെ ആരോപണങ്ങളെ എല്ലാ തരത്തിലും തള്ളുകയാണ് മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് ചെയ്തിട്ടുള്ളത്. മേയർ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം എന്നൊരു നിഷിദ്ധമായ ഭാഷയിലാണ് KB ഗണേഷ് കുമാർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത്. മേയർ പറഞ്ഞത് ഇലക്ട്രിക് ബസ്സുകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്, അതായത് സിറ്റിക്ക് പുറത്തേക്ക് പോകുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി എത്തിയ ഇലക്ട്രിക് ബസ്സുകൾ 113 ഇലക്ട്രിക് ബസ്സുകളിൽ പലതും സിറ്റിക്ക് പുറത്തേക്ക് സർവീസുകൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു VV രാജേഷിന്റെ ആരോപണം. VK പ്രശാന്തുമായി ബന്ധപ്പെട്ട ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ തിരികൊളുത്തിയ ഒരു വിവാദമായിരുന്നു ഈ ഇലക്ട്രിക് ബസ് വിവാദം എന്നുള്ളത്. ആ ഒരു വിവാദത്തെ പൂർണ്ണമായും കുടപിടിച്ചുകൊണ്ടാണ്, ആ വിവാദത്തെ പൂർണ്ണമായും പിടിച്ചുകൊണ്ടാണ് BJPയും അതുപോലെ തന്നെ VV രാജേഷും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിലാണ് കൃത്യമായിട്ടുള്ള മറുപടി KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ എഗ്രിമെന്റ് ഉയർത്തിക്കാട്ടിയാണ്, കരാർ ഉയർത്തിക്കാട്ടിയാണ് ഇന്ന് KB ഗണേഷ് കുമാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഇത് 3 കക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറാണ്. അതായത് കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ്, കേരളം നൽകുന്ന വിഹിതം എത്രയാണ്, കോർപ്പറേഷൻ നൽകുന്ന വിഹിതം എത്രയാണ് എന്ന് കൃത്യമായ കണക്ക് KB ഗണേഷ് കുമാർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല, ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു ക്ലോസ് ഉണ്ട്. അതായത് തിരക്കുള്ള സമയങ്ങളിൽ സിറ്റിക്കകത്ത് ഓടുകയും അല്ലാത്ത സമയം പുറത്തേക്ക് ഓടാമെന്നുള്ളൊരു ക്ലോസും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എത്ര ദൂരം ഈ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഇലക്ട്രിക് ബസ്സിന് എത്ര ദൂരം കൂടുതൽ പോകാൻ പറ്റും, സിറ്റിക്ക് പുറത്തെന്ന് പറയുമ്പോൾ എത്ര ദൂരമാണ് ഇതിന് സഞ്ചരിക്കാനാവുക എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി KB ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നെടുമങ്ങാട് നിന്നുള്ളവർക്കും നെയ്യാറ്റിൻകരയിൽ നിന്നുള്ളവർക്കും പോത്തൻകൂട് നിന്നുള്ളവർക്കും ഒക്കെ തന്നെ സിറ്റിയിലേക്ക് എത്തണ്ടേ. അത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഇത്തരത്തിൽ ആ ബസ്സുകൾ നിങ്ങൾക്ക്, അതായത് മേയറിന് കോർപ്പറേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ 113 ബസ്സുകളും നൽകാൻ വകുപ്പ് തയ്യാറാണ്. അതിന് തന്നെ കാണേണ്ട ആവശ്യമില്ല, മന്ത്രി എന്ന നിലയിൽ എന്നെ കാണേണ്ട ആവശ്യമില്ല. CMDക്ക് ഒരു കത്ത് നൽകിയാൽ മാത്രം മതി എന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. അത്തരത്തിൽ ആ ബസ്സുകൾ, അതായത് ഈ 113 ബസ്സുകൾ നൽകിയാൽ ആ ബസ്സുകളുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അവകാശവും പിന്നെ വകുപ്പിനുണ്ടാകില്ല. ആ സമയത്ത് 150 ബസ്സുകൾ സർവീസിൽ ഇറക്കും. ആ ബസ്സുകൾ, അതായത് കോർപ്പറേഷന് നൽകുകയാണെങ്കിൽ ആ 113 ബസ്സുകൾക്കുള്ള കണ്ടക്ടർ, ഡ്രൈവർ, ടിക്കറ്റ് മിഷൻ, അതുപോലെ തന്നെ ഈ ബസ് ഇടാനുള്ള സൗകര്യം, ഇതെല്ലാം പിന്നീട് കോർപ്പറേഷന്റേതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട വകുപ്പിന് യാതൊരു തരത്തിലും ബന്ധമുണ്ടായിരിക്കില്ല. എന്നാൽ ഈ 150 സർവീസുകൾ, 113 സർവീസുകൾക്ക് പകരം 150 സർവീസുകൾ മന്ത്രി പുറത്തിറക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അമൃത. ശരി അക്ഷയ, VK പ്രശാന്ത് MLA കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ VK പ്രശാന്ത്, ഇപ്പോൾ കൃത്യമായി ആ ഒരു കരാറൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു മറുപടി തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് മേയർ പ്രതികരിച്ചത് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? ഇപ്പൊ നമുക്ക് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നൽകിയ ബസ്സുകളുണ്ട്. നേരത്തെ ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷന്റെ ഭാഗമായി കൊടുത്ത ബസ്സുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നഗരത്തിനകത്ത് മാത്രം ഓട്ടിക്കാൻ എന്ന് പറയുന്നത് ഒരു പ്രായോഗിക രീതിയല്ലല്ലോ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഞാൻ നടത്തിയിരുന്നു. അപ്പൊ അന്നും ഞാൻ പറഞ്ഞൊരു കാര്യം, നഗരങ്ങൾക്ക് കിട്ടിയ വാഹനമാണെങ്കിലും അത് ലാഭകരമായി ഓട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം. മന്ത്രി പറഞ്ഞത് ശരിയാണ്, അത് നഗരത്തിനകത്ത് മാത്രം ഓട്ടിച്ചാൽ നമുക്ക് എങ്ങനെയാണത് ലാഭകരമാക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക. അപ്പൊ അത് എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് മാത്രമല്ല. ഇപ്പൊ സ്മാർട്ട് സിറ്റി ആണെങ്കിൽ പോലും അതിന്റെ 50% വിഹിതം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്.
ബാക്കി 50% കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. ഒരു 100-120 കോടി രൂപയോളം കോർപ്പറേഷനും വഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ളൊരു പ്രചരണം ശരിയല്ല. ഞാൻ മേയറായിരിക്കുമ്പോഴാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ചലഞ്ചിൽ പങ്കെടുക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി കരട് തയ്യാറാക്കുന്നത്, DPR അപ്രൂവ് ചെയ്യുന്നതും ഒക്കെ അപ്പോഴാണ്. അപ്പോൾ 500 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നത്. ബാക്കി 500 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് നൽകുകയാണ്. അപ്പൊ ഈ പണം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ബസ് വാങ്ങിയിരിക്കുന്നത്. നേരത്തെ അത് ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ ജൻഡ്രമായിരുന്നു. നമുക്കറിയാം, നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന പല ലോ ഫ്ലോർ ബസ്സുകളും ആ നിലയിലാണ് അന്ന് വാങ്ങി KSRTC ഏൽപ്പിച്ചത്. അപ്പൊ നഗരസഭയ്ക്ക് ഈ വാഹനങ്ങൾ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് അത് KSRTCക്ക് നൽകി നഗരത്തിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലും ഉൾപ്പെടെ ആ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ നഗരത്തിന് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പൊ അത് നഗരസഭയ്ക്ക് തന്നെ സംവിധാനമില്ല എന്നതുകൊണ്ട് തന്നെ KSRTC നഗരവാസികൾക്കും ഒപ്പം ജില്ലയിൽ താമസിക്കുന്ന മറ്റുള്ളവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന നിലയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല.